ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ക്ലാസ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് എൻവയോൺമെന്റ് പറ്റിയാണ്. അപ്പൊ എന്തായിരിക്കും ബിസിനസ് എൻവയോൺമെന്റ്? ആ പേര് തന്നെ ഉണ്ട് അല്ലേ, ബിസിനസിന്റെ എൻവയോൺമെന്റ് ചുറ്റുപാടാണ്. അപ്പൊ ബിസിനസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസിന്റെ ഓപ്പറേഷനെ പെർഫോമൻസിനെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കണ്ടീഷൻസിനെ നമുക്ക് എന്ത് പറയാം? ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയാം. സോ ഈ ബിസിനസ് എൻവയോൺമെന്റ് ഡിസിഷൻ മേക്കിങ്ങിനെ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള റിസ്ക് മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് പ്ലാനിങ് എന്നൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളെ ചുറ്റുപാടുള്ള കണ്ടീഷൻസ് നമ്മളെ പ്ലാനിങ് ഇൻഫ്ലുവൻസ് ഇല്ലേ, കാരണം അതിനനുസരിച്ചായിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെ. അപ്പൊ ബിസിനസ് എൻവയോൺമെന്റ് പറഞ്ഞാൽ ഇത്രയുള്ള സിമ്പിൾ ആണ്. എന്താണ്? ബിസിനസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അവരുടെ പെർഫോമൻസിനെ, ഓപ്പറേഷനെ, ഡിസിഷനെ, അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കണ്ടീഷൻസിനെ നമ്മൾ എന്ത് പറയും? ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയും. ബിസിനസ് ചുറ്റുപാടുള്ള എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ബിസിനസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ ബിസിനസിന്റെ കോമ്പൗണ്ട്സ് എന്തൊക്കെയായിരിക്കും? സോ നമുക്ക് ഫസ്റ്റ് പറയാനുള്ള കോമ്പൗണ്ട് ആണ് എക്കണോമിക് എൻവയോൺമെന്റ്. എക്കണോമിക് ആ പേര് തന്നെ ഉണ്ട്, എക്കോണമിയുമായി ബന്ധപ്പെട്ടായിരിക്കും അല്ലെ. അതിൽ നമ്മളെ ഇൻഫ്ലേഷൻ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഓവറോൾ എക്കണോമിക് ഗ്രോത്ത് ആണ് നമ്മളവിടെ നോക്കുക. അപ്പൊ ഈ ഗ്രോത്തിൽ വരുന്ന അല്ലെങ്കിൽ ഈ റേറ്റ്സിൽ വരുന്ന ചേഞ്ചസ് പോലും നമ്മുടെ എന്തിനൊക്കെ കൺസ്യൂമർ സ്പെൻഡിങ്ങിനെ, നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റിനെ, ഓവറോൾ മാർക്കറ്റിനെ അത് എന്ത് ബാധിക്കൂലേ. അപ്പൊ പേര് വെച്ചിട്ട് നമുക്ക് എല്ലാം കിട്ടും. എക്കണോമിക് എൻവയോൺമെന്റ് ആയിരിക്കും എക്കോണമിനെ ബാധിക്കുന്നതാണ്. അപ്പൊ ഈ ചേഞ്ച് നമ്മുടെ ബിസിനസിന് മൊത്തമായിട്ടും ബാധിക്കും. നമ്മൾ ഇൻഫ്ലേഷൻ റേറ്റ് മാറും, നമ്മൾ വെച്ച ഇൻട്രസ്റ്റ് റേറ്റ് മാറും, അപ്പൊ കൺസ്യൂമർ വാങ്ങുന്നത് കുറയും അല്ലെ. അപ്പൊ സ്പെൻഡിങ് ആണ് അവിടെ പറയുന്നത്. പിന്നെ വരുന്ന എൻവയോൺമെന്റ് നമുക്ക് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ആണ്. ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് നമുക്കറിയാം, നമ്മൾ ടെക്നോളജിക്കൽ എറയിലാണ് നിൽക്കുന്നത്. അപ്പൊ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടത് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ഈ ടെക്നോളജിക്കൽ അപ്ഡേഷൻ ആണ്. അപ്പൊ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആയ ഫാക്ടേഴ്സ് നമ്മൾ നോക്കിയില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ഈ എംബ്രാൻസ് ചെയ്യുന്ന ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ എഫിഷ്യൻസി കൂടാൻ നമുക്ക് എന്ത് വേണം? ടെക്നോളജിക്കൽ നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. അപ്പൊ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്തായിരിക്കും? ടെക്നോളജിക്കൽ അപ്ഡേറ്റ് ആയി വരുമ്പോൾ നമുക്ക് പുതിയ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ഒക്കെ കൊടുക്കാൻ സാധിക്കും. അപ്പൊ അതാണ് നമ്മൾ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നതാണ് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ്. ആ പേര് തന്നെ ഉണ്ട് പൊളിറ്റിക്കൽ. നമ്മൾ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും ബിസിനസ് ഓപ്പറേഷനെ. ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ ഇപ്പൊ വരുന്ന ലീഗൽ വരുമ്പോൾ എന്തായിരിക്കും? ലോ ആയിരിക്കും. ലോയും റെഗുലേഷൻസ് ഒക്കെ നമ്മൾ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും? നമ്മുടെ ബിസിനസിന്റെ മൊത്തം ഡിസിഷനും ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ നമ്മളൊരു ലോ മാറി അല്ലെങ്കിൽ പുതിയ ലോ വന്നു, അത് നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നതാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ് എന്തായിരിക്കും ഡിസ്കസ് ഉണ്ടാവുക? നമ്മൾ ഈ കൾച്ചറൽ വാല്യൂസ്, ഇപ്പൊ ഡെമോക്രാറ്റിക് ഉണ്ടാകും, നമ്മളെ ഏജ്, ജെൻഡർ, നമ്മളെ പ്രിഫറൻസ്, നമ്മളെ ലൈഫ് സ്റ്റൈൽ ട്രെൻഡ്സ്, നമ്മളെ കൾച്ചറൽ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഓരോ കൺസ്യൂമർ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കിട്ടുമോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ നോക്കേണ്ടതാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ് കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ് ആണ്. കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ് എന്തായിരിക്കും? നമ്മുടെ മാർക്കറ്റ് ഷെയർ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ സ്ട്രാറ്റജി ഡിസിഷൻ, മാർക്കറ്റ് പൊസിഷൻ ഒക്കെ പറയുന്നതാണ്. അപ്പൊ നമ്മൾ കോമ്പറ്റീറ്റർ വെച്ച് നോക്കുമ്പോൾ യൂണിക് ക്വാളിറ്റി വേണമല്ലോ, എന്നാലും നമുക്ക് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടും. അപ്പൊ നമ്മൾ കോമ്പറ്റീറ്റേഴ്സിന്റെ ഫാക്ടേഴ്സ് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നതാണ് നാച്ചുറൽ എൻവയോൺമെന്റ്. നാച്ചുറൽ എൻവയോൺമെന്റ് നമ്മൾ നോക്കുക, ഈ ക്ലൈമറ്റ് ചേഞ്ച് അനുസരിച്ചുള്ള പ്രോഡക്ട്സ് വരുന്നത്, റിസോഴ്സ് അവൈലബിലിറ്റി, അതേപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി കൺസേൺസ്, അങ്ങനെ നാച്ചുറലി നമ്മൾ നോക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ബിസിനസ്സിന് നമുക്ക് ആ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രൊഡക്റ്റ് ഇറക്കാനുള്ള ടൈമാണ്. സോ അതാണ് നമ്മൾ നാച്ചുറൽ എൻവയോൺമെന്റ് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്നതാണ് ലീഗൽ ആൻഡ് റെഗുലേറ്ററി എൻവയോൺമെന്റ്. ലീഗൽ ആൻഡ് റെഗുലേറ്ററി എൻവയോൺമെന്റ് പറയുന്നത് ലോക്കല്, നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവൽസിലെ ബിസിനസിന്റെ ഇമ്പാക്ട് ആണ്. നമ്മൾ എന്തായാലും ഗ്ലോബലൈസേഷൻ ചെയ്യണമെന്നല്ല നമ്മളെ ബിസിനസ് ആലോചിക്കുള്ളൂ. സോ ആ ബിസിനസ് ഓപ്പറേഷനിൽ വരുന്ന ചേഞ്ചസ് ആണ് കേട്ടോ പറയുന്നത്. അത് നമ്മൾ ഒരു ഫാക്ടേഴ്സ് ആയിട്ട് എടുക്കും, എന്നാലേ നമുക്ക് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ളൂ, അവിടുത്തെ ടാർഗറ്റ് ഓഡിയൻസിന് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അതൊരു ഫാക്ടർ ആണ്. പിന്നെ വരുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ എൻവയോൺമെന്റ് ആണ്. ഫിനാൻഷ്യൽ എൻവയോൺമെന്റ് എന്തായിരിക്കും? നമ്മുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആക്സസിബിലിറ്റി, നമ്മുടെ എക്കണോമിക് ഹെൽത്ത് ഇൻക്രീസ് ആക്കാൻ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് കമ്പനി വെച്ച് നോക്കുമ്പോൾ കേട്ടോ. അതിന് നമ്മൾ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ, ഒരു ഫിനാൻഷ്യലി വെൽ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ എൻവയോൺമെന്റ് എന്ന ഫാക്ടേഴ്സും കൂടി നോക്കുന്നത്. പിന്നെ ഫൈനലി വരുന്നതാണ് നമ്മളെ ലേബർ എൻവയോൺമെന്റ്. ലേബർ എൻവയോൺമെന്റ് ആയിരിക്കും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലേബർ അല്ലെങ്കിൽ ലേബർ വർക്ക് ഫോഴ്സ്, അവരുടെ മാർക്കറ്റ് ട്രെൻഡ്സ് എങ്ങനെയാണ്, നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ നോക്കണം. അതും നമ്മുടെ ഫാക്ടേഴ്സ് ആണ്. അവർക്ക് ട്രേഡ് യൂണിയനും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതും നമ്മൾ നോക്കണം. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് ഉൾക്കൊള്ളുന്നതാണ് നമ്മൾ ബിസിനസ് എൻവയോൺമെന്റ്. അപ്പൊ ഇതന്നെയാണ് അതിന്റെ എലമെന്റ്സ് ആയിട്ടും കോമ്പൗണ്ട്സ് ആയിട്ടും നമുക്ക് എഴുതാട്ടോ. അപ്പൊ ഇത്രയും എൻവയോൺമെന്റിൽ ഇതൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്താൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ റിസ്ക് വരുന്നെങ്കിലും മാനേജ് ചെയ്യാനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ കോമ്പൗണ്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നേച്ചർ ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ആണ്. അപ്പൊ ബിസിനസ് എൻവയോൺമെന്റ് നേച്ചർ എന്തായിരിക്കും?
നമ്മളിപ്പോ തന്നെ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റ് ആണ്, കുറച്ച് കോംപ്ലക്സ് ആണ് അല്ലെ. കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ഇന്റർ റിലേറ്റഡ് ആയിട്ട് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. എക്കണോമിക്കൽ, സോഷ്യൽ, പൊളിറ്റിക്കൽ, ടെക്നോളജിക്കൽ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇന്റർ കണക്റ്റഡ് ആകുമ്പോൾ ഒരു കോംപ്ലക്സ് സിസ്റ്റം ആണ്, ഒരു വലിയ സിസ്റ്റം ആണ്. എല്ലാ ഫാക്ടേഴ്സും നോക്കിയിട്ട് വേണം നമ്മൾ എന്തിരിക്കാൻ ഒരു ഡിസിഷൻ മേക്ക് എടുക്കാൻ. നമുക്ക് കുറച്ച് കോംപ്ലക്സിറ്റി ഉണ്ട് അവിടെ. പിന്നെ വരുന്ന നേച്ചർ ആണ് ഡൈനാമിക്സ് ഭയങ്കര ക്യുക്ക് ആയിട്ടാണ് നടക്കുന്നത് എല്ലാവരും. അതിലെന്തായിരിക്കും, നമുക്ക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഒക്കെ വരുമ്പോൾ ക്യുക്ക് ആയിട്ട് അപ്ഡേറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും, നമ്മൾ ബാക്കിലേക്ക് പോകും. അപ്പൊ നമുക്ക് എന്താ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ബിസിനസ് എന്നും ഹയർ ആയിക്കൊണ്ടിരിക്കണം എന്നാണ്. അപ്പൊ ഡൈനാമിക്സ് ഉണ്ട്, റെഗുലേറ്ററി ചേഞ്ചസ് വന്നാലും എന്ത് വന്നാലും നമ്മളത് ബാധിക്കും. കണ്ടിന്യൂസ് ആയിട്ടുള്ള ചേഞ്ച് ആൻഡ് റവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഫീൽഡ് അല്ലേ. അപ്പൊ ഭയങ്കര ഡൈനാമിക് ആണ്. പിന്നെ വരുന്ന പോയിന്റ് ആണ് നമ്മളെ അൺസർട്ടനിറ്റി എന്തായിരിക്കും പറയുന്നതാവുക, അൺസർട്ടൺ ആണ്, ഒരു ഇൻഹെറന്റ് നാച്ചർ ആണ്. നമ്മുടെ ബിസിനസ് നമുക്ക് കൺട്രോളബിൾ അല്ല. നമുക്ക് കമ്പനിയുടെ ഉള്ളിലാണെങ്കിൽ കൺട്രോളബിൾ ആയിരുന്നു, ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലല്ല, നമുക്ക് കൺട്രോളബിൾ. അപ്പൊ ഈ എക്കണോമിക് ഫ്ലക്ച്വേഷൻ, ജിയോ പൊളിറ്റിക്കൽ ഇവന്റ്സ്, അൺഎക്സ്പെക്ടഡ് ആയിരുന്ന മാർക്കറ്റ് ചേഞ്ചസ് ഒക്കെ നമ്മുടെ എന്തായിരിക്കും ബിസിനസിനെ ബാധിക്കും. അതിൽ നമ്മൾ അഡാപ്റ്റബിൾ ആയിട്ടില്ലെങ്കിൽ നമുക്കത് ഫെയിൽ ആയിട്ട് വരാൻ. അപ്പൊ ഭയങ്കര അൺസർട്ടൺ ആണ്. പിന്നെ വരുന്നതാണ് ഇന്റർ കണക്ട്നെസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്ലെ, നമ്മള് കോംപ്ലക്സിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരുപാട് എലമെന്റ്സ് ഇന്റർ കണക്ട് ആണ്. അപ്പൊ ഒന്നിന് വരുന്ന പ്രശ്നം തന്നെ അല്ലെങ്കിൽ ഒന്നിന് ചേഞ്ചിനെ മൊത്തം ബിസിനസ്സിനെ ബാധിക്കും. ഒരു ടെക്നോളജി ഷിഫ്റ്റ് വന്നു, അത് നമ്മൾ അഡാപ്റ്റ് ഇല്ലെങ്കിൽ മറ്റ് മൾട്ടിപ്പിൾ ഏരിയാസിൽ അതിന്റെ റിഫ്ലക്ഷൻസ് കാണും. അപ്പൊ ഭയങ്കര ഇന്റർ കണക്ട്നെസ് ആണ് കേട്ടോ. പിന്നെ വരുന്നതാണ് റാപ്പിഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്നാണ് ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തത്. നമ്മൾ ആ ടെക്നോളജിക്കൽ ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ടെക്നോളജിക്കൽ അപ്ഡേഷൻ പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അപ്പൊ ആ യൂസ് ചെയ്യുന്ന ആ ടൈമിലാണ് നമ്മൾ നടക്കുന്നത്. അപ്പൊ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉള്ള ഫീൽഡാണ്. പിന്നെ വരുന്നതാണ് നമുക്ക് ഇൻഫർമേഷൻ ഓവർലോഡ്. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് ഈ എൻവയോൺമെന്റിനെ സംബന്ധിച്ച്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ഇൻഫർമേഷൻസ്. എവിടെ നിന്നൊക്കെ ഇൻഫർമേഷൻ എടുക്കണമെന്നും അല്ലെങ്കിൽ ഏതൊക്കെ നമ്മൾ ഡിസിഷൻ മേക്കിന് എടുക്കണമെന്നും നമുക്ക് പറയാത്തൊരവസ്ഥ. ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ അത് എടുക്കണം ഇത് എടുക്കണം എന്നൊരു കൺഫ്യൂഷൻ അല്ലേ. ആ ഇൻഫർമേഷൻ ഓവർലോഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ് പറയുന്നത്. എത്രയാണ് ബേസിക് നേച്ചർ. അപ്പൊ ഇതൊരു കോംപ്ലക്സ് സിസ്റ്റം ആണ്. പെട്ടെന്നാണ് ടെക്നോളജിക്കൽ അപ്ഡേഷൻസ് പെട്ടെന്ന് വരുന്നുണ്ട്, ഡൈനാമിക്സ് ഉണ്ട്, എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, അതൊക്കെയാണ് നമുക്ക് അതിൽ പറയാനുള്ളത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് സിഗ്നിഫിക്കൻസ് ആണ്. എന്തൊക്കെയാണ് സിഗ്നിഫിക്കൻസ്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആയി വരിക, നമുക്ക് എന്തിനു പറ്റുന്ന പറഞ്ഞത് ഡിസിഷൻ മേക്കിംഗ്. ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ നമുക്ക് ക്യാപ്പബിൾ ആണ് എന്ത് നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ് ആണ്. നമുക്ക് ഡിസിഷൻ മേക്കിംഗ് അനലൈസ് ചെയ്യാൻ പറ്റും. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നോക്കി നമ്മുടെ മാർക്കറ്റ് ട്രെൻഡ്, എക്കണോമിക് കണ്ടീഷൻ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റീവ് ലാൻഡ്സ്കേപ്പ് എങ്ങനെ പോകുന്നു, നമ്മുടെ ബിസിനസ് സ്ട്രാറ്റജീസ് എങ്ങനെ അത് എഫക്ട് ചെയ്യുന്നൊക്കെ മനസ്സിലാക്കിയത് ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ്. നമുക്ക് കുറെ ആൾട്ടർനേറ്റീവ് ഡിസിഷൻ എടുത്താൽ ബെറ്റർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നൽകുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റണില്ലേ, കാരണം ഇത്രയും ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ഏതിലേലും റിസ്ക് ഫാക്ടേഴ്സ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അൺസർട്ടൻ റിസ്ക് ഉണ്ടെങ്കിൽ അതിനെ മിറ്റിഗേറ്റ് ചെയ്യുക, അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കാനുള്ള അവസരം. അപ്പോൾ റിസ്ക് മാനേജ്മെന്റിന് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണ്. നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാനുള്ള ഒരു കൺസിസ്റ്റൻസി ഓഫ് പ്ലാൻസ് അല്ലെങ്കിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റിസ്ക് വന്ന് എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ റിസ്ക് മാനേജ്മെന്റ് ഉണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫിക്കേഷൻ ആണ്. ഇപ്പൊ ഇന്നോവേഷൻ നടക്കുന്ന ഫീൽഡ്, ടെക്നോളജിക്കൽ ഇന്നോവേഷൻ വന്നാലും നമുക്ക് ഈ മാർക്കറ്റ് ഗ്യാപ്പ്, അവിടെ ഇന്നോവേഷൻ ഉണ്ടായി കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് മനസ്സിലാക്കി നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് പുതിയ ബിസിനസ് പ്ലാൻ വരെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് അവെയർ ആയിരിക്കും, നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പുതിയ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് ഇന്നോവേഷൻ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എമർജിംഗ് ടെക്നോളജി ഉപയോഗിച്ച് അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ ഉപയോഗിച്ചൊക്കെ നമുക്ക് ഒന്നുകൂടി എൻഹാൻസ്മെന്റിന് സഹായിക്കുന്നുണ്ട്. സോ എന്താണ് ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫിക്കേഷൻ കേട്ടോ. പിന്നെ വരുന്നത് അഡാപ്റ്റബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ആണ്. നമ്മൾ പറഞ്ഞു ഡൈനാമിക് ആണ്, എല്ലാം പെട്ടെന്ന്. അപ്പൊ ഈ ഡൈനാമിക് നമ്മൾ പെട്ടെന്ന് അഡാപ്റ്റബിൾ ആയാൽ അതിനനുസരിച്ച് സ്ട്രാറ്റജീസ് ഇപ്പൊ ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസ് അനുസരിച്ച് നമുക്ക് ബെറ്റർ ആയിക്കൊണ്ടായിരിക്കും. നമ്മൾ വെച്ച പ്ലാനിന്റെ പോലെയല്ല സർക്കംസ്റ്റാൻസ് മാറി, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പ്ലാൻ ഇടുക. അപ്പൊ അതിനനുസരിച്ച് പ്രവർത്തിച്ച് നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റബിൾ ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. കാരണം ഒരു ചേഞ്ച് വന്നു, പക്ഷെ നമ്മൾ ആ ചേഞ്ചിൽ അഡാപ്റ്റ് ചെയ്യാൻ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമല്ലോ, അതാണ് പറയുന്നത് കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അടുത്ത എന്റെ ഒരു ബിസിനസ് വേണ്ടത് എന്താ, കസ്റ്റമർ സാറ്റിസ്ഫൈ ആവണം അല്ലെ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ കീ കോമ്പൗണ്ട്. അപ്പൊ നമുക്ക് കൺസ്യൂമറിന്റെ പ്രിഫറൻസ്, അവരുടെ ബിഹേവിയർ ഒക്കെ മനസ്സിലാക്കി ടൈലർ മെയ്ഡ് ആയിട്ട് അവരുടെ ആഗ്രഹം എന്താണ് ഉദ്ദേശിച്ചത് ടൈലർ മെയ്ഡിലെ പ്രോഡക്റ്റും സർവീസസ് ഒക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ മാർക്കറ്റ് സ്ട്രാറ്റജി എന്തായിരിക്കും, കുറച്ചും കൂടി എൻഹാൻസ് ആയിരിക്കും. അതിലൂടെ നമുക്ക് കസ്റ്റമർ ലോയാലിറ്റി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അവർക്ക് എക്സ്പീരിയൻസ് കുറച്ചും കൂടി ഹൈ ആക്കുമ്പോൾ നമുക്കും അത് മെച്ചാണ്. അപ്പൊ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ നോക്കേണ്ടത്
വാരിയസ് ഫാക്ടേഴ്സ് നമ്മൾ ഡിസിഷൻ എടുത്തതാണ് ഇത്രയും എൻഡിൽ നമ്മൾ എയിം എന്താ, കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവണമെന്നാണല്ലേ. അപ്പൊ അതിന് നമ്മൾ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് ആയി പറയുന്നത്. പിന്നെ നമുക്ക് ഇനി പറയാനുള്ളത് ബ്രീഫ് ഓവർവ്യൂ ഓഫ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ എലമെന്റ്സ്. നമ്മളിപ്പോ ഒരുപാട് എലമെന്റ്സ് പറഞ്ഞായിരുന്നു, അതിന്റെ കുറച്ച് എലമെന്റ്സിന്റെ അല്ലെങ്കിൽ കോമ്പൗണ്ട്സിന്റെ നമുക്ക് ഒരു ഓവർവ്യൂ നോക്കാം. സോ അതിൽ നമ്മൾ ഫസ്റ്റ് ബ്രീഫ് ഓവർവ്യൂ ചെയ്യാൻ പോകുന്നത് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, നമ്മൾ ഈസിയായി പറഞ്ഞതാണ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ ഗവൺമെന്റ് പോളിസീസ്, അവരുടെ സ്റ്റെബിലിറ്റി, പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ്, അതൊക്കെയാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഗവൺമെന്റ് പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. സോ ഗവൺമെന്റ് പോളിസീസ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ, ഹൈലി ഇൻഫ്ലുവൻസ് ചെയ്യ ഒരു ബിസിനസ് സംബന്ധിച്ചോളം എന്ത് ഗവൺമെന്റ് പോളിസീസ്. കാരണം ഒരു പോളിസിയിൽ ഇപ്പോ ഇൻകം ടാക്സ് പോളിസി അല്ലെങ്കിൽ ടാക്സ് പോളിസിയിൽ ട്രേഡ് റെഗുലേഷൻ, ലേബർ ലോ, എൻവയോൺമെന്റ് സ്റ്റാൻഡേർഡ്സ്, അങ്ങനത്തെ ഒരുപാട് ലോസും ആക്ട്സ് ഉള്ളതാണ്. അതിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് അല്ലെ ബിസിനസ് ഓപ്പറേഷൻ സ്ട്രാറ്റജിയിൽ തന്നെ മാറ്റും. കാരണം നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാ ആ ലോ പോകുന്ന വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ മാറണം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് പ്രശ്നമായി വരും. സോ ഗവൺമെന്റ് പോളിസീസ് ആൻഡ് റെഗുലേഷൻസ്. പിന്നെ വരുന്നത് നമ്മൾ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആണ്. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഒരു ക്രൂഷ്യൽ റോൾ തന്നെയാണ്. കാരണം ആ പൊളിറ്റിക്കൽ സ്റ്റേബിൾ ആവണം. നമ്മൾ ആ ബിസിനസ് എൻവയോൺമെന്റ് അനുസരിച്ച് നമുക്ക് എൻകറേജിങ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, നമ്മളെ എക്കണോമിക് ഗ്രോത്തിനെ ചെയ്യണവരൊക്കെ ലോങ് ടേം പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ കണ്ടീഷൻ അപ്പോഴും നടക്കുന്ന വെച്ചാൽ നമുക്ക് റിസ്ക് ആണ്. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് എത്തിക്കോണില്ല. പൊളിറ്റിക്കൽ സ്റ്റേബിൾ ആണ് നമ്മൾ നോക്കണം. പിന്നെ നമ്മൾ അതിൽ നോക്കേണ്ട ഫാക്ടേഴ്സ് പൊളിറ്റിക്കൽ ഐഡിയോളജി ആണ്. അപ്പൊ ഓരോ ഗവൺമെന്റ് പോളിസീസും അവരുടെ പൊളിറ്റിക്കൽ പാർട്ടിന്റെ ഐഡിയോളജി വെച്ചിട്ടായിരിക്കും അവർ പ്രയോറിറ്റൈസ് ചെയ്യുക, ആ ഐഡിയോളജി ഒക്കെ ആയിരിക്കും. അപ്പൊ അവർ ഇൻഡസ്ട്രിക്ക് പ്രയോറിറ്റൈസേഷൻ കൊടുക്കുന്നുണ്ടോ, അവരുടെ ഫിലോസഫീസ് എപ്രകാരമാണ്, അവരുടെ സോഷ്യൽ കൺസേൺസ് എങ്ങനെയാണ് ഒരു ബിസിനസ് ക്ലൈമറ്റ് അവർ ഓവറോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മൾ നോക്കാം. അപ്പൊ അവരുടെ ഐഡിയോളജി നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ടത് പൊളിറ്റിക്കൽ റിസ്ക് ആണ്. അതിൽ നമ്മൾ നോക്കേണ്ടത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോൺഫ്ലിക്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ നമുക്ക് ഇന്റർനാഷണൽ ബിസിനസ് കോൺഫ്ലിക്ട് നടക്കുമ്പോൾ നമുക്ക് പ്രശ്നമാണ്, ഒരു ഇമ്പാക്ട് വരും. ആ പ്രശ്നത്തിന് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് നമുക്ക് ഇമ്പാക്ട് വരും. സോ നമ്മൾ എന്തായിരിക്കും മൾട്ടിപ്പിൾ കൺട്രീസ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ നമുക്കതിൽ പറയുന്നത് പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ ആണ്. പൊളിറ്റിക്കൽ ക്യാമ്പയിൻ അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും ഗവൺമെന്റ് പ്രയോറിറ്റൈസിനെ, ഡിസിഷൻ മേക്കിനൊക്കെ. നമുക്ക് അവരുടെ ക്യാമ്പയിൻ എപ്രകാരമാണ്, നമുക്ക് ഗുണം നൽകുന്നതാണോ ദോഷം നൽകുന്നതൊക്കെ നോക്കണം. അപ്പൊ ക്യാമ്പയിനും പബ്ലിക് ഒപ്പീനിയനും എടുത്തിട്ട് വേണം നമ്മൾ ഓരോ ഡിസിഷൻ മേക്കിംഗ് എടുക്കാനും. അത് ചേഞ്ച് ചെയ്യുന്നുണ്ടോ, പബ്ലിക് സെറ്റിൽമെന്റ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ ഇല്ലേന്ന് നോക്കണം കേട്ടോ. അപ്പൊ അതാണ് നമുക്ക് പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ പറയാനുള്ളത്. അപ്പൊ നമ്മള് പൊളിറ്റിക്സ് ആലോചിച്ചാൽ പൊളിറ്റിക്സിന്റെ ഐഡിയോളജിയും നമുക്കും ഓക്കെ ആണോ, അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ട്രേഡ് നടത്തുമ്പോൾ നമുക്ക് അതിന് ലോ പ്രകാരം ഓക്കെ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് കൾച്ചറൽ എൻവയോൺമെന്റ് ആണ്. അപ്പൊ കൾച്ചറൽ എൻവയോൺമെന്റ് എന്തായിരിക്കും പറഞ്ഞത്, കൾച്ചറൽ എൻവയോൺമെന്റ് ക്രിട്ടിക്കൽ ഫാക്ടർ ആണ്. ആ കൾച്ചർ വാല്യൂസ്, നമ്മുടെ വാല്യൂ, ബിലീഫ്സ്, കസ്റ്റംസ്, ബിഹേവിയർ, സോഷ്യൽ നോംസ്, അതൊക്കെയാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ എന്തിന്റെ പ്രിഫറൻസ് ഉണ്ട്, കൺസ്യൂമർ പ്രിഫറൻസ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ നോംസ് അല്ലെങ്കിൽ നമ്മുടെ വാല്യൂസ് അനുസരിച്ച് ഒരു പ്രൊഡക്റ്റ് വാങ്ങും. അപ്പൊ നമ്മുടെ ബിഹേവിയർ, എംപ്ലോയീസിന്റെ ബിഹേവിയറും പ്രിഫറൻസും ഒക്കെയാണ് അവിടെ ചെക്ക് ചെയ്യുക. സോ അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് കൾച്ചറൽ വാല്യൂസ് ആൻഡ് ബിലീഫ്സ് ആണ്. നമ്മുടെ കൾച്ചറൽ വാല്യൂസ്, ഇപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഫാമിലി, വർക്ക് ലൈഫ് ആണെങ്കിൽ അവരെങ്ങനെയാണ് സോഷ്യൽ സക്സസ് ആവുന്നത്, ഒരു സോഷ്യൽ ഇഷ്യൂസിനെ അവരെങ്ങനെ നോക്കിക്കാണുന്നു. അപ്പൊ അതിനെ അനുസരിച്ചുള്ള പ്രൊഡക്റ്റും സർവീസും മെസ്സേജും നൽകുക. കൾച്ചറൽ വാല്യൂവിനെ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് ഏതാച്ചാൽ അതിനനുസരിച്ചുള്ള കൾച്ചറൽ വാല്യൂസിനെ അവർക്ക് മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലല്ലാതെ അവർക്ക് വെൽ ആയിട്ടുള്ള കൾച്ചറൽ വാല്യൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. നമ്മുടെ ബിസിനസ് അത്തരത്തിലായിരിക്കും നമ്മൾ ബിസിനസ് പ്രവർത്തിക്കേണ്ടത്. പിന്നെ കൾച്ചറൽ നോംസ് ആൻഡ് കസ്റ്റംസ്. ഈ കൾച്ചറൽ നോംസ് ആൻഡ് കസ്റ്റംസിലും ഓർഗനൈസേഷൻ ആണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും നമ്മുടേതായിട്ടുള്ള നോംസ് ഉണ്ടായിരിക്കുമല്ലോ, നോംസ് നമ്മൾ കാണിക്കുക. അതേപോലെ അതും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കൾച്ചറൽ വാല്യൂസിനെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാമ്പയിൻ ചെയ്യുമ്പോഴൊന്നും മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നത് അപ്രോപ്രിയേറ്റ് സർവീസ് ആയിരിക്കണം നമ്മൾ നൽകേണ്ടത് കേട്ടോ. പിന്നെ വരുന്നത് സോഷ്യൽ സ്ട്രക്ചർ ആണ്. അതിൽ നമ്മൾ ഈ സോഷ്യൽ സ്ട്രക്ചറിൽ നമ്മൾ ഫാമിലി ഡൈനാമിക്സ്, ജെൻഡർ റോൾസ്, സോഷ്യൽ ഹൈറാർക്കി, അങ്ങനത്തെ കൾച്ചർ വാല്യൂസ് ആണ് പറയുന്നത്. സോ അങ്ങനെ മാർക്കറ്റ് സ്ട്രാറ്റജി എടുക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കണം, എൻഗേജബിൾ ആയിരിക്കണം. നമ്മൾ അതൊരു കണ്ടന്റ് കൊടുക്കുന്ന വെച്ചാൽ നമ്മുടെ കൺസ്യൂമേഴ്സ് ആണെങ്കിലും അതിൽ എൻഗേജബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ്. നമ്മൾ ഓരോ സ്ഥലത്തും നമ്മൾ ഏരിയ ഏതാണെന്നനുസരിച്ച് അതിനനുസരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് നൽകുമ്പോൾ ആ രീതിയിലുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നാലേ അവർക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ എത്തുള്ളൂ. അപ്പൊ ലാംഗ്വേജിന്റെ സ്റ്റൈല് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത്തരത്തിലായിരിക്കണം. ഓക്കെ.
പിന്നെ നമുക്ക് പറയാം അത് കൾച്ചറൽ സിമ്പിൾസ് ആൻഡ് ഐക്കൺസ് ആണ്. നമ്മൾ ഈ കൾച്ചറൽ സിമ്പിൾസ് ഫ്ലാഗ് ആണെങ്കിലും നാഷണൽ ഐക്കൺ ആണെങ്കിലും റിലീജിയസ് സിമ്പിൾ അങ്ങനെ എന്ത് സിമ്പിൾ ഉപയോഗിക്കണം ഡിഫറെന്റ് സൊസൈറ്റിക്ക് ഡിഫറെന്റ് സിമ്പിൾസ് ഉണ്ട്. അതൊന്നും അവരെ മിസ്ലീഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു അൺഇന്റൻഷൻ ആവരുത്. ഇതൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് അല്ലേ, അപ്പൊ അത് ഇൻസെൻസിറ്റീവ് ആവരുത്, അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്ന തരത്തിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. അപ്പൊ കൾച്ചറൽ വാല്യൂസ് നമ്മൾ അതിന്റെ സിമ്പിൾസ് നമ്മൾ അത്ര യൂസ് ചെയ്ത് അഡ്വർടൈസ്മെന്റിനാണെങ്കിലും മാർക്കറ്റിനാണെങ്കിലും അത്ര യൂസ് ചെയ്യരുതെന്നേ പറയുന്നുള്ളൂ. അതെന്താ ചിലപ്പോൾ മിസ്ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ചിലപ്പോൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അവിടെ. ഓക്കെ, അപ്പൊ നമ്മൾ കൾച്ചറൽ വാല്യൂസിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മള് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ അത്തരത്തിൽ ചെയ്യുക, അത്ര ഉള്ളൂ അതിൽ പറയുന്നത്, സിമ്പിൾ തന്നെയാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ലീഗൽ എൻവയോൺമെന്റ് ആണ്. നമുക്ക് ഓരോന്നും ഓരോ പേര് വെച്ചിട്ട് കിട്ടില്ലേ. ലീഗൽ വരുമ്പോൾ നമുക്ക് ലോസ് ആണ് പറയുന്നത്, ഈ റെഗുലേഷൻസ് ലോസ് അല്ലെങ്കിൽ ലീഗൽ ഫ്രെയിം വർക്ക്സ് അത്തരത്തിലുള്ളത്. ഈ ലീഗാലിറ്റി നമ്മൾ നോക്കുന്നതാണ്. അവിടെ നമ്മൾ റിസ്ക് മാനേജ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അതിൽ നമ്മൾ നോക്കുന്നത് ലോസും റെഗുലേഷൻസിനെ പറ്റിയിട്ടാണ്. ഈ ലോസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ നോക്കേണ്ടത് ലോക്കൽ ആണെങ്കിലും നാഷണൽ ആണെങ്കിലും ഇന്റർനാഷണൽ ആണെങ്കിലും ബിസിനസിന് ഇമ്പാക്ട് വരും. ഒരുപാട് ലോ ഇൻക്ലൂഡഡ് അല്ലേ. അപ്പൊ അതിൽ എന്തൊക്കെ ലോ നമ്മൾ കവർ ചെയ്യണം? കോൺട്രാക്ട് ലോ, ലേബർ ലോ, എൻവയോൺമെന്റ് റെഗുലേഷൻസ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. നമ്മൾ IPR ആക്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് എടുക്കണം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ലോ പ്രകാരം നമ്മൾ മൂവ് ചെയ്യണം എന്നാണ്. പിന്നെ നമ്മൾ ബിസിനസ് ഫോർമേഷൻ സ്ട്രക്ചർ ആണ്. നമ്മൾ ഏത് തരത്തിലാണ് ബിസിനസ് ഫോം ചെയ്യുന്നത്? ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണോ, ഒറ്റയ്ക്ക് തുടങ്ങിയതാണോ, പാർട്ട്ണർഷിപ്പ് ഫേം ആണോ, ഞാനും വേറെ വ്യക്തിയും കൂടി തുടങ്ങിയതാണോ, അതോ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി ഫേം ആണോ, അങ്ങനെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ, ഏത് തരത്തിലുള്ള ബിസിനസ് ആണ് തുടങ്ങിയതിനനുസരിച്ചുള്ള ലോസ് നമ്മൾ ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യില്ലേ ബിസിനസ്, ആ തരത്തിലാണ് നമ്മൾ അവരുടെ ബിസിനസ് ഫോർമേഷൻ സ്ട്രക്ചറിൽ പറയുന്നത് കേട്ടോ. പിന്നെ എംപ്ലോയ്മെന്റ് ലോസ് ആണ്. നമ്മളെ എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയിക്കുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ എന്ത് പ്രാക്ടീസിന് ഹയർ ചെയ്യുമ്പോഴും അവർ വർക്കിംഗ് കണ്ടീഷൻ, വേജ്, ബെനിഫിറ്റ്സ്, നമ്മൾ നോൺ ഡിസ്ക്രിമിനേഷൻ പോളിസീസ് ഒക്കെ ആ പ്രൊസീജിയർ ഒക്കെ ഫോളോ ചെയ്തിട്ട് വേണം. അപ്പൊ എൻവയോൺമെന്റ് ലോസും നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് കോൺട്രാക്ടുകൾ എഗ്രിമെന്റ്സ്. എന്ത് ഒബ്ലിഗേഷൻസ് ഉണ്ടെങ്കിലും ബിറ്റ്വീൻ പാർട്ടീസിൽ നമ്മൾ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ കോൺട്രാക്ട് പ്രകാരം ആയിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇപ്പൊ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്, സപ്ലൈർ അഗ്രിമെന്റ്, കസ്റ്റമർ കോൺട്രാക്ട് ഒക്കെ പ്രകാരം. അല്ലെങ്കിൽ നമുക്ക് അപ്പൊ അവിടെ ഒരു പ്രശ്നം വരില്ല. നമുക്കൊരു നിയമപരമായിട്ട് എന്ത് വന്നാലും നമുക്ക് അതിൽ പ്രൂഫ് എന്ന രീതിയിൽ നമുക്ക് എന്തായിരിക്കാം? എഗ്രിമെന്റ്സ് ഉണ്ടായിരിക്കണം കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മുടെ എക്കണോമിക് ലോ. എക്കണോമി. അപ്പൊ എക്കണോമിക് ലോയിൽ നമ്മൾ എന്താ പറയുന്നത്? നമ്മുടെ എക്കോണമിയുമായി ബന്ധപ്പെട്ട് ഒരു എക്കണോമിക് ഗ്രോത്ത്, അതിൽ എന്തൊക്കെ മാറ്റം വരും നമ്മൾ പറയുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റില് അതിലൊക്കെ ചേഞ്ചസ് നമ്മളെ കമ്പനി അല്ലെങ്കിൽ ബിസിനസിനെയും കൂടി ബാധിക്കുന്നുണ്ട്. ഒരു ഗ്ലോബൽ വെരി വെച്ച് നോക്കുമ്പോൾ നമ്മളെ എക്കണോമിക് ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ഈ ആസ്പെക്ടിനെ അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പൊ അതിൽ നമ്മൾ നോക്കേണ്ടത് മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ നോക്കേണ്ടത് GDP, ഇൻഫ്ലേഷൻ റേറ്റ്സ്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്സ്, അങ്ങനെ ഓവറോൾ എക്കണോമിനെ ബാധിക്കുന്ന റേറ്റ്സ് ഉണ്ടാവുമല്ലോ, അത് മോണിറ്റർ ചെയ്തിട്ട് നമ്മളെ എക്കണോമിക് കണ്ടീഷൻ എങ്ങനെയാണ് എന്ന് നമുക്ക് വെച്ചിട്ട് നമ്മൾ ഡിസിഷൻ മേക്ക് എടുക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ എക്കണോമി ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്, നമ്മുടെ കൺസ്യൂമേഴ്സ് അത്രത്തില് സ്പെൻഡ് ചെയ്യുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കാം. സോ ഡിസിഷൻ മേക്കിംഗ് നമ്മൾ എന്ത് നോക്കണം? മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ അതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കണം. നമ്മുടെ സെൻട്രൽ ബാങ്ക് ഏതാ? RBI അല്ലെ. RBI ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, അത് നമ്മുടെ കോസ്റ്റ് ഓഫ് ബോറോയിനെ എങ്ങനെ ബാധിക്കുന്നുണ്ട്, കൺസ്യൂമേഴ്സിനെ എങ്ങനെ ബാധിക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ഇമ്പാക്ട് വരും, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അത് ഇമ്പാക്ട് ആണോ, കൺസ്യൂമർ സ്പെൻഡ് ചെയ്യുമ്പോൾ അത് ഇമ്പാക്ട് വരുന്നുണ്ട്, അങ്ങനെ ഓവറോൾ സ്ട്രക്ചർ നോക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കൺസ്യൂമർ സ്പെൻഡിങ് ആൻഡ് സേവിങ് പാറ്റേൺസ്. കൺസ്യൂമർ സ്പെൻഡ് ചെയ്യുന്ന അവിടെ എക്കണോമിക് ആക്ടിവിറ്റി എങ്ങനെ, അവിടെ കയ്യിൽ കുറെ പൈസ ഉണ്ടെങ്കിൽ സ്പെൻഡിങ് കൂടുതലായിരിക്കും. അപ്പൊ അവരെങ്ങനെയാണ് അവരുടെ ബിഹേവിയർ അവിടെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുക. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ക്ലോസ്ലി മോണിറ്റർ ചെയ്ത് അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, സ്പെൻഡിങ് പാറ്റേൺ എങ്ങനെയാണ്, സേവിങ്സ് എങ്ങനെയാണ് നടക്കുന്നത്, ആ ക്ലൈമറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ എന്തിനും പ്രവർത്തിക്കാൻ പറ്റണം. പിന്നെ നമുക്ക് വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂമേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പാറ്റേൺ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമ്മളെ ക്യാപിറ്റൽ അവൈലബിലിറ്റി നോക്കിയിട്ടാണോ, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻസെന്റീവായി വെക്കുന്നുണ്ട്, നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് വെക്കുന്നത്, അങ്ങനെ എത്തരത്തിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ അനുസരിക്കുക. അപ്പൊ നമ്മൾ എന്തായാലും നമ്മളെ എക്കോണമീനെ ബാധിക്കുമോ, നമ്മളെ കയ്യിലെ പൈസ നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ നെക്സ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റിനെ ബാധിക്കില്ല എന്നൊക്കെ അറിയാൻ നമുക്ക് പറ്റും. അതിനാണ് നമ്മൾ എക്കോണമി അല്ലെങ്കിൽ എക്കണോമിക് എൻവയോൺമെന്റ് നോക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് സോഷ്യൽ എൻവയോൺമെന്റ് ആണ്. അപ്പൊ എന്തായിരിക്കും സോഷ്യൽ എൻവയോൺമെന്റ്? നമ്മളെ സോഷ്യൽ വാല്യൂസ്. അപ്പൊ അതെന്തായിരിക്കും? അത് നമ്മളെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, പ്രിഫറൻസ്, അങ്ങനത്തെ ഒക്കെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കണക്ട് ചെയ്യുന്നത്. അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, അവരുടെ പാറ്റേൺ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതിൽ നമ്മൾ അവരുടെ ഓവർവ്യൂ ആയിട്ട് നോക്കുന്നത് ഡെമോക്രാറ്റിക് ആണ്.
അപ്പൊ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിന്റെ ഏജ്, ജെൻഡർ, ഇൻകം, എഡ്യൂക്കേഷൻ, ഫാമിലി സ്ട്രക്ചർ നോക്കിയിട്ട് ബിസിനസ് അനലൈസ് ചെയ്യാം. അവരുടെ ഡെമോക്രാറ്റിക് ട്രെൻഡ് ഇങ്ങനെയാണ്, അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ആയിരിക്കും ആ മാർക്കറ്റിന് കുറച്ചും കൂടി അനുയോജ്യം മനസ്സിലാവും. പിന്നെ നോക്കുന്നത് കൾച്ചറൽ വാല്യൂസും ബിലീഫ്സ് ആണ്. എത്തരത്തിലുള്ള കൾച്ചറൽ വാല്യൂസും ബിലീഫ്സ് അവരെങ്ങനെയാണ് അവെയർ ആവുന്നത്, ആ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ അഡ്വർടൈസ് ചെയ്യുമ്പോൾ അവർ എൻഗേജ് ചെയ്യാനുള്ള തരത്തിലുള്ള കൾച്ചറിൽ നമ്മൾ നോക്കേണ്ടതുണ്ടോ നോക്കണം. അതൊരു ഇൻസെൻസിറ്റീവ് കണ്ടന്റ് ആവരുത് നോക്കണം. മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പാടില്ലാത്ത രീതിയിലായിരിക്കും നമ്മുടെ കണ്ടന്റ് നോക്കേണ്ടത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് അതിൽ ലൈഫ് സ്റ്റൈൽ ട്രെൻഡ്സ് ആണ്. നമ്മൾ ലൈഫ് സ്റ്റൈൽ ട്രെൻഡ്സ് എങ്ങനെയാണ്, നമ്മുടെ ഹെൽത്തിയർ ലിവിങ് എങ്ങനെയാണ്, നമ്മുടെ ബാലൻസ് ഓഫ് ലൈഫ്, വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെ മൂവ് ചെയ്യണു, ഈ ട്രെൻഡ്സ് ഒക്കെ വന്ന് അവർ മീറ്റ് ചെയ്യാനുള്ളതുണ്ടോ, അല്ലെങ്കിൽ അവരെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ കൺസ്യൂമർ പ്രിഫറൻസിൽ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ, അവരുടെ എക്സ്പെക്ടേഷൻസിൽ. ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ട്രെൻഡ്സിലെല്ലാം മാറ്റം വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് കൺസ്യൂമർ ആറ്റിറ്റ്യൂഡും ഒപ്പീനിയനാണ്. എന്താ നമ്മൾ നോക്കേണ്ടത് കൺസ്യൂമേഴ്സിനാണ്. അപ്പൊ അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അവരുടെ ഒരു ബ്രാൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ വാങ്ങുന്നത്, അതോ അങ്ങനത്തെ അല്ലല്ലോ, അത് മോണിറ്റർ ചെയ്യുക. ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ, പബ്ലിക്കിന്റെ ആറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ബ്രാൻഡ് ഇമേജിക്കാണ് അവർ മൂവ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എത്രത്തിലാണ് അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എത്രത്തിലാണ് അവർ വാങ്ങുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ക്ലോസ്ലി മോണിറ്റർ ചെയ്യണം. അപ്പൊ നമുക്ക് കൺസ്യൂമർ ആറ്റിറ്റ്യൂഡും ഒപ്പീനിയനും മനസ്സിലാവും. പിന്നെ വരുന്നത് നമ്മളെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആണ്. നമുക്കറിയാലേ ഇന്നത്തെ മാർക്കറ്റിംഗ് ഏറ്റവും കൂടുതൽ നമ്മൾ പവർഫുൾ ടൂളായി ഉപയോഗിക്കുന്നത് ഏതാ, നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെയാണ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്ന അവരുടെ ഒപ്പീനിയൻസ്, ഫീഡ്ബാക്ക് ഒരു പവർഫുൾ സോഴ്സ് തന്നെയാണ്. അപ്പൊ അത് ബിസിനസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ ഫീഡ്ബാക്ക് കിട്ടാനും അല്ലെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടതും എമർജിംഗ് ട്രെൻഡ്സ് മനസ്സിലാകാനും കുറച്ചും ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സോഷ്യൽ എൻവയോൺമെന്റ് നോക്കുമ്പോൾ ആ ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോൾ നമ്മൾ ഈ ഫാക്ടറും കൂടി നോക്കണം. അപ്പൊ അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആ എലമെന്റ്സിന്റെ അല്ലെങ്കിൽ കോമ്പൗണ്ട്സിന്റെ ഒരു ഓവർവ്യൂ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാതും പറഞ്ഞില്ല, പക്ഷെ ചിലതെല്ലാം ഇമ്പോർട്ടന്റ് ആയതെല്ലാം പറഞ്ഞിട്ടുണ്ടേ. ഇനി നമുക്ക് പറയുന്നത് ഇമ്പാക്ട് ഓൺ ബിസിനസ് ആൻഡ് സ്ട്രാറ്റജിക് ഡിസിഷൻ. ഒരു ബിസിനസ് എൻവയോൺമെന്റിനെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ അതിന്റെ ഇമ്പാക്ട്, എന്തൊക്കെ ഇമ്പാക്ട് വരുന്നുണ്ട് ഈ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോഴാണ്. അതിൽ നമുക്ക് പറയുന്നത് ഫസ്റ്റ് മാർക്കറ്റ് കണ്ടീഷൻ ആണ്. മാർക്കറ്റ് കണ്ടീഷൻ നമ്മുടെ എക്കണോമിക് എൻവയോൺമെന്റ് നോക്കുമ്പോൾ ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, കൺസ്യൂമർ സ്പെൻഡിങ്, അവരുടെ മാർക്കറ്റ് കണ്ടീഷൻസ് ഡയറക്ട്ലി ഇമ്പാക്റ്റഡ് ആണല്ലേ. അപ്പൊ നമുക്ക് ഈ കണ്ടീഷൻ വെച്ചിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ സർവീസ് ആണെങ്കിൽ പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റും, പ്രൈസ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ലെവൽ എത്ര വേണം, നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻ എത്രയാണ്, ഇത്ര പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ അത് വിറ്റ് പോകണമെന്നില്ല എന്ന് മനസ്സിലാക്കി മാർക്കറ്റ് കണ്ടീഷൻ മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ഫോഴ്സിനെ, ഇപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റീവ് ഫോഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റർക്ക് ഒരു യുണീക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ എന്ത്, നമുക്ക് ആ യുണീക് ക്വാളിറ്റി ഇല്ലെങ്കിൽ നമുക്കൊരു ബാക്ക് അല്ലെ, നമുക്ക് അതൊരു ഫോൾ തന്നെയാണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. അപ്പൊ അവരെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനും പുതിയ വന്ന ആൾക്കാരെ മനസ്സിലാക്കാനും പുതിയ സംരംഭം മനസ്സിലാക്കാനും അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ്, നമ്മുടെ പ്രൊഡക്റ്റിനെ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഡിഫറൻഷിയേറ്റും കൊടുക്കുന്നത് നമുക്കൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടും. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ സാഹചര്യം, കോമ്പറ്റീഷൻ എങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ യൂണീക് ക്വാളിറ്റി കൊണ്ടുവരണം, അതിനനുസരിച്ച് ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ കോമ്പറ്റേറ്റീവ് ഫോഴ്സിനൊരു ഇമ്പാക്ട്ഫുൾ ആണ്. ആൻഡ് ആൾസോ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് പുതിയ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ചലഞ്ചസ് ഒക്കെ മനസ്സിലാക്കണം. ഇതൊന്നും കൂടി എൻഹാൻസ് ചെയ്ത് നമുക്ക് പുതിയ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ സ്റ്റേ കോമ്പറ്റീറ്റീവ് ആവാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പുതിയ ടെക്നോളജീസ് റിസർച്ച് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ലിവറേജ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്ലാറ്റ്ഫോം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റാനും നമുക്കൊന്നും കൂടി അപ്ഡേഷൻ വരാൻ സഹായിക്കും. പിന്നെ വരുന്നത് നമ്മളെ ലീഗൽ ആൻഡ് റെഗുലേറ്ററി കോംപ്ലയൻസസ് ആണ്. അതിൽ നമുക്ക് റൂൾസും റെഗുലേഷൻസും വേഗം മനസ്സിലാവും. അതിനനുസരിച്ച് ഫോളോ ചെയ്ത് നമുക്ക് ടാക്സേഷൻ ആണെങ്കിലും എൻവയോൺമെന്റ് ആണെങ്കിലും എല്ലാ സ്റ്റാൻഡേർഡ് വെച്ച് പോകുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ, ലീഗൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഒരു പോസിറ്റീവ് റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നതാണ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ ട്രെൻഡ്സ്. കൾച്ചറൽ ആൻഡ് സോഷ്യൽ ട്രെൻഡ്സിൽ നമ്മൾക്ക് പറയുന്നത് നമ്മുടെ സോഷ്യൽ എൻവയോൺമെന്റ് ഷേപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൺസ്യൂമർ പ്രിഫറൻസിനെ, വാല്യൂസിനെ, ലൈഫ് സ്റ്റൈൽ ട്രെൻഡ്സിനെ, അതുപോലെ അതൊക്കെ നമുക്ക് മനസ്സിലാകാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനും നമ്മുടെ സ്ട്രാറ്റജി മാറ്റാനും നമ്മുടെ ഡിസിഷൻ മേക്കിംഗിൽ മോഡിഫിക്കേഷൻ കൊണ്ടുവരാനും നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിനെ വേഗം മനസ്സിലാക്കും. അതിനനുസരിച്ചുള്ള ക്യാമ്പയിൻസ് കൊടുക്കാനും നമ്മൾ CSR ഒന്നുകൂടി ഇനീഷ്യേറ്റീവ് ആക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഗ്ലോബലൈസേഷൻ ആണ്. അപ്പൊ നമ്മളെല്ലാവരും ഇന്റർനാഷണൽ ട്രേഡ് നടത്തുന്ന ആഗ്രഹിക്കുന്നതായിരിക്കും ബിസിനസ്സിലൊക്കെ. അപ്പൊ നമ്മുടെ ജിയോ പൊളിറ്റിക്കൽ ഇവന്റ്സ് ആണെങ്കിലും ക്രോസ് ബോർഡർ കോമ്പറ്റീഷൻ, അത്തരത്തിൽ നമ്മുടെ ഓപ്പറേഷൻ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാനും ആ മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാനും ഇതൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഒരു മാനേജിങ് കറൻസി, ഇപ്പൊ ഡിഫറെന്റ് കൺട്രീസ് നമുക്ക് കറൻസി മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ റിസ്ക് മനസ്സിലാക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കൺസ്യൂമർ ബിഹേവിയറിന് സഹായിക്കുന്നുണ്ട്.
നമ്മുടെ കൺസ്യൂമർ പ്രിഫറൻസ് മാറുന്നുണ്ടോ, നമുക്ക് അവരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാം, അവരുടെ ബൈങ് ഹാബിറ്റ് എങ്ങനെയാണ്, ബ്രാൻഡിനെയാണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ ഞാൻ സ്വരം വാങ്ങുമ്പോൾ ചിലപ്പോൾ ബ്രാൻഡായിരിക്കും വാങ്ങാൻ തോന്നുന്നുണ്ടായിരിക്കും. അങ്ങനെ മാറുന്നുണ്ടോ, അവരുടെ ചേഞ്ച് ബിഹേവിയറിൽ മാറ്റം വരുന്നുണ്ടോ, ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുന്നുണ്ടോ, നമ്മുടെ മാർക്കറ്റ് ട്രെൻഡ്സ് മാറുന്നുണ്ടോ ഒക്കെ അറിയാൻ ഒരു ഇമ്പാക്ട്ഫുൾ തന്നെയല്ലേ നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ് സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കതിൽ പറയാനുള്ളത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൺസേൺസ് ആണ്. നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൺസേൺസ് ആണ്, ഒരു ഇമ്പാക്ട്ഫുൾ തന്നെയാണ്. നമുക്ക് ഇപ്പോഴത്തെ അറിയാം, നമ്മള് COVID-19 പാൻഡമിക് സിറ്റുവേഷൻ നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നതായിരുന്നു നമ്മുടെ സേഫ്റ്റി അല്ലെങ്കിൽ ഹെൽത്ത് ആയിരുന്നു. അതിന് നമ്മൾ കൂടുതൽ കൺസിഡറേഷൻ കൊടുത്തിരുന്നു. അപ്പൊ നമ്മൾ ബിസിനസ് നോക്കുമ്പോഴും എന്ത് സ്ട്രാറ്റജി നമ്മൾ വർക്ക് പ്ലേസിന്റെ സേഫ്റ്റി, നമ്മുടെ വർക്ക് പോളിസീസിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ക്രൈസിസ് മാനേജ്മെന്റ്, വെൽബീയിങ് ഓഫ് എംപ്ലോയീസ് അവരെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, ബിസിനസ് കണ്ടിന്യൂറ്റിക്ക് വേണമെങ്കിൽ അവരെ നമുക്ക് എന്ത് വേണം, നമുക്ക് നല്ല വർക്ക് ഫോഴ്സ് വേണം, അതിനൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് അതിൽ ഇമ്പാക്ട്ഫുൾ ആയിട്ട് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ ചാപ്റ്റർ എന്തായിരുന്നു, ബിസിനസ് എൻവയോൺമെന്റ്. അപ്പൊ ബിസിനസ് എൻവയോൺമെന്റ് എന്തായിരുന്നു, ബിസിനസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അവരെ പെർഫോമൻസിനെ അല്ലെങ്കിൽ ഓപ്പറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കണ്ടീഷൻസ് നമുക്ക് എന്ത് പറയാം, ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയാം. അപ്പൊ അതിന്റെ കോമ്പൗണ്ട്സ് ബിസിനസ്സുമായി ചുറ്റും ഉള്ളതായിരുന്നു. അതേതൊക്കെയായിരുന്നു, നമ്മുടെ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, ലീഗൽ എൻവയോൺമെന്റ്, നാച്ചുറൽ എൻവയോൺമെന്റ്, എക്കണോമിക് എൻവയോൺമെന്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, സോഷ്യൽ എൻവയോൺമെന്റ്, നമ്മുടെ കൾച്ചറൽ വാല്യൂസ്. അപ്പൊ ഇതിനൊക്കെ കൂടി നമുക്ക് ഡിസിഷൻ മേക്കിങ്ങും റിസ്ക് വരികയാണെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഉണ്ടായിരുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. താങ്ക് യു.